ഞങ്ങൾ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. എൻ്റെ പേര് സുനിൽകുമാർ. ഇത് വർക്കിംഗ് സെക്രട്ടറി ഫ്രാൻസിസ്, ജില്ലാ ട്രഷറർ മോഹൻകുമാർ. ഞങ്ങളുടെ ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് നിങ്ങൾക്കെല്ലാം അറിയാതിരിക്കും. ഗ്യാസിൻ്റെ ലഭ്യത കുറവാണ് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഒരു സ്ഥലത്തും ഗ്യാസ് കിട്ടുന്നില്ല. ഇന്ന് നമ്മുടെ കാറ്ററിംഗ് സ്ഥാപനങ്ങളെല്ലാം ഓരോ സ്ഥാപനങ്ങളായിട്ട് അടച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ സ്ഥാപനവും ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അടയ്ക്കുക. കാര്യം ഗ്യാസ് ലഭ്യത ഇല്ലാത്തതുകൊണ്ടാണ് അടയ്ക്കുന്നത്. ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഇന്നലെ തന്നെ ഒരു പോളിസി ഗ്യാസ് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചു. ഒരു സ്ഥാപനത്തിൽ 5 കുറ്റി കൂടുതൽ വെക്കാം, 5 കുറ്റി വലിയ കുറ്റി കൊമേഴ്ഷ്യൽ കുറ്റി കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഇന്നലെ നിയമം വെച്ചു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കൊരു 1000 പേരെ വർക്കുണ്ടെങ്കിൽ തന്നെ ഇന്ന് എനിക്ക് ആ ഗ്യാസ് ഞാനിന്ന് വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. പല ആൾക്കാർക്കും വിറകടുപ്പില്ല, എല്ലാവരും ഗ്യാസിലോട്ട് പോയി. വിറകടുപ്പ് പണി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പഴയ പാചകക്കാരാണ് എല്ലാം വിറകടുപ്പ് ചെയ്യുന്നത്. ഇന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ 5 കുറ്റി കൂടുതലുണ്ടെങ്കിൽ കേസെടുക്കുന്ന പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ട് 1000 പേരെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് 8 കുറ്റി ഗ്യാസെങ്കിലും കുറഞ്ഞത് വേണം. ലൈവ് പോകണമെങ്കിൽ ഒരു 5 കുറ്റി ഗ്യാസ് വേറെ വേണം, ഒരു റിസപ്ഷൻ ആണെങ്കിൽ. അപ്പോൾ അതും അപ്പോൾ സൂക്ഷിക്കാൻ പാടില്ല. സാധനം കിട്ടാനുമില്ല. എടുത്ത വർക്കുകൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞങ്ങളെപ്പോലെ തന്നെ ഒരു കല്യാണ വർക്ക് തന്നിട്ടുള്ള ഒരു കസ്റ്റമറും പേടിച്ച് നിൽക്കുക എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ചത്. ഒന്നുകിൽ ഞങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ഗ്യാസ് കിട്ടത്തക്ക രീതിയിൽ ഗവൺമെൻറ് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുക, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗ്യാസ് എങ്കിലും തൽക്കാലം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമെന്നാണ് പറയുന്നത്. അതിനകത്ത് 2 വിഷയങ്ങളാണ്. നോമ്പുകാലമായപ്പോൾ ഒരുമാതിരിപ്പെട്ട തൊഴിലാളികളെല്ലാം തിരിച്ച് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉള്ള തൊഴിലാളികളെ അധിക ശമ്പളം കൊടുത്താണ് ഇപ്പം നിലനിർത്തിയിരിക്കുന്നത്. ഇലക്ഷനും കൂടെ തുടങ്ങിക്കഴിഞ്ഞു. ബംഗാളിലേക്ക് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയും കുറേ തൊഴിലാളികളൊക്കെ പോയി നാട്ടിലൊക്കെ പോവുകയാണ്. അപ്പം അധിക ശമ്പളം കൊടുത്ത് തൊഴിലാളികൾ ഞങ്ങൾ പിടിക്കുക. അതിൻ്റെ കൂടെ ഗ്യാസ് ലഭ്യതയും കൂടി ഇല്ലാതാകുമ്പോൾ ഇവരെല്ലാം പോയിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള കാറ്ററിംഗ് മേഖല മൊത്തം അടച്ചിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതിനൊരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട്. മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്നലെയാണ് കണ്ടത്. അതിനുള്ള പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ നോക്കില്ല. ഇത് എന്തോ വളരെയധികം എൻ്റെ സ്ഥാപനം ഇന്ന് കൂട്ടയാണ്. ഇന്നിപ്പം കോർപ്പറേഷന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിറകില കത്തിച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ന് സ്ഥാപനം പൂട്ടുക. എൻ്റെ ഹോട്ടലുകളെല്ലാം പൂട്ടി. ഏകദേശം 5000-ഓളം പേര് സംഘടന സംസ്ഥാനം ഒട്ടാകെ 5000-ഓളം മെമ്പർമാരുണ്ട്. മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഇത് ഒരു സ്ഥാപനം, ഒരു കാറ്ററിംഗ് സ്ഥാപനം അല്ല പൂട്ടുന്നത്. ഒരു കാറ്ററിംഗ് നേടിയ ഒരു കാറ്ററിംഗ് സ്ഥാപനം മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പം ഇടിയപ്പം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇഡ്ഡലി വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പം വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇതുമായിട്ട് ബന്ധം ചപ്പാത്തി വിൽക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഇടിയപ്പം, അപ്പം, ചപ്പാത്തി ഞങ്ങളെല്ലാം കുറേയൊക്കെ ഞങ്ങൾ ഹയർ ചെയ്ത് സാധനങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള ആ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു കാറ്ററിംഗ് സ്ഥാപനമല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ പണിയുന്ന ഒരു വ്യവസായമാണ്. 10,000 കോടിക്ക് മുകളിൽ വിറ്റുവരെയുള്ള ഒരു വ്യവസായമാണ് ഇന്ന് പാടെ പൊളിഞ്ഞ് പൂട്ടി നിൽക്കുന്നത്. ഈ തൊഴിലാളികൾ പോയ ഈ തൊഴിലാളി നമുക്ക് എക്സ്പീരിയൻസ് തൊഴിലാളിയെ തിരിച്ച് കിട്ടുന്നില്ല. അറിയാലോ ഒരു പാചക തൊഴിലാളി എങ്ങനെ ആയിരിക്കണമെന്ന്. ഓർഡർ ക്യാൻസൽ ആയി തുടങ്ങി. ഓർഡർ ഒന്നും എടുക്കുന്നില്ല. ക്യാൻസൽ ആക്കുന്നതുകൊണ്ട് ഓർഡർ എടുക്കുന്നുമില്ല. ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും തൽക്കാലം ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല. ഞങ്ങളെല്ലാം നിർത്തിവെച്ചു. ഗ്യാസ് ഇല്ലാതെ എങ്ങനെ പാചകക്കാരില്ല. അടുപ്പിൽ അവിടെ ഇപ്പം നിൽക്കുന്ന എല്ലാം ചെറുപ്പക്കാർ പയ്യന്മാരെ പാചകക്കാരായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ എടുക്കുന്നതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ വർക്കുകളെല്ലാം ക്യാൻസൽ ചെയ്യുക. ഇന്നും കൂടെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം അങ്ങ് തീരും. ശരിക്കും പറയും പല കാറ്ററിംഗ് സ്ഥാപനങ്ങളും മുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞ ഇന്ന് എൻ്റെത് പൂട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വർക്കുകൾ ക്യാൻസൽ ആവുക.
ഇത് കുംഭമാസമാണ്, അതുകൊണ്ട് കല്യാണം കുറവാണ്. അതൊരു ആശ്വാസമാണ്. എന്നാലും ഇന്നൊരു റിസപ്ഷൻ ഉണ്ട്. ചില ദിവസങ്ങളിൽ വന്ന് ഈ ഗൾഫ് പാർട്ടിയൊക്കെ വന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇന്നൊരു റിസപ്ഷൻ കൂടെ ഉണ്ട്. അതും വിറകിലാണ് ഉണ്ടാക്കുന്നത്. ഇഫ്താറുകൾ പലതും മുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ വന്ന ഇഫ്താറും എടുത്തിട്ടില്ല. പലതും മുടങ്ങിക്കൊണ്ടിരിക്കുക. ഇല്ല, ഒരു കുറ്റി പോലും കിട്ടുന്നില്ല. ഒരു കുറ്റി പോലും കിട്ടുന്നില്ല. ഇത് പെട്ടെന്നുള്ളതല്ലേ? സംഘടിപ്പിച്ച് വെക്കാനൊക്കില്ല. ഗവൺമെന്റ് പുതിയ നിയമം വെച്ചേക്കുന്ന അങ്ങനെയല്ലേ. അഞ്ച് കുറ്റി കൂടുതൽ വെക്കാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് പുതിയ നിയമം വെച്ചേക്കുന്നത്. ഒരു ഗ്യാസ് ഏജൻസി കാറ്ററിംഗ് സ്ഥാപനത്തിൽ 5 കുറ്റി കൂടുതൽ വെക്കാൻ പാടില്ല. അങ്ങനെ എങ്ങനെ നമ്മൾ മനസ്സമാറ്റമാണ് ചോദിക്കുന്നത്? ഏജൻസിക്കാരെല്ലാം നമ്പറുകൾ പൂട്ടി അവരവിടെ ഇത് പൂട്ടി പൊക്കഴിഞ്ഞു. ഏജൻസിക്കാരെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ പോലും എടുക്കുന്നത് ഒരു ഏജൻസി പോലും. അധിക വില ചോദിക്കുന്നുണ്ട്. വെളിയിൽ നിന്നൊക്കെ ബ്ലാക്കിൽ കിട്ടാന്ന് ചോദിച്ചപ്പോൾ ഇപ്പം അതും കിട്ടുന്നില്ല. പണ്ടൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പം അതുമില്ല. അധിക വില ചോദിച്ചിട്ടുണ്ട് പലരും. 3000 രൂപ വരെ ചോദിക്കും. ഗ്യാസ് ഏജൻസി അല്ല, വെളി പുറത്ത് നിൽക്കുന്ന ഈ അടക്കത്തിലക്കാരുണ്ടല്ലോ, അവർ ചോദിക്കുന്നു 3000 രൂപ വരെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കൊമേഴ്സ് മറ്റേതിന് ഇതിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്ന ആ കേസ് കുറ്റെങ്കിലും ഞങ്ങളെ തന്ന് സഹായിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അതാ പറഞ്ഞത്, അത് വീടുകളിലല്ലേ. ഞങ്ങൾക്ക് ആ കുറ്റിയെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. തൊഴിലാളികളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ തൊഴിലാളി പൊക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാപനങ്ങളിലെ സ്ഥിരമായിട്ട് പൂട്ടിയിടേണ്ട സ്ഥിതിയിലോട്ട്.